ഒരുമാതിരി ഇരുത്തുന്ന വർത്താനം പറയരുത്. ഇങ്ങനെ ഷിഫ്റ്റ് വെച്ച് കുഞ്ഞിന് മുല കൊടുക്കാൻ പറ്റില്ല. നീ മുത്തച്ഛനോടെല്ലാം തുറന്നു പറയുന്നത്. ഇനി എനിക്കത് സാധിക്കില്ല. എന്റെ നേരായ അവസ്ഥയുടെ ഒരു സൂചന കിട്ടിയാൽ മതി. ആ നിമിഷം ഹൃദയം പൊട്ടി മുത്തശ്ശൻ മരിക്കും. എന്നാൽ അതോടെ പ്രശ്നം തീർന്നില്ലേ? അതൊക്കെ നിന്റെ വെറും തോന്നല. ചെറുപ്പം മുതലേ മുത്തച്ഛന്റെ മനസ്സിൽ നാമം ജപിച്ച് വളർന്നുകൊണ്ട് മുത്തച്ഛന്റെ മനസ്സൊരു ബലൂണാണെന്നാണ് നിന്റെ വിചാരം. നീ ഒന്ന് ഊതിയാലൊന്നും അത് പൊട്ടാൻ പോകുന്നില്ല. ധൈര്യമായിട്ട് പറ, നിന്റെ കല്യാണം കഴിഞ്ഞു, നിനക്കൊരു കുഞ്ഞുണ്ട്, നല്ല തടിമെടുക്കും, കാണാൻ ഭംഗിയുള്ളൊരു ഭർത്താവെ കൊണ്ടെന്ന് പറയടി. എന്നെ സഹായിക്കണം, എതിര് പറയാതെ എങ്ങനെയെങ്കിലും സഹായിക്കണം. എന്നെ മുത്തശ്ശൻ അത്രയ്ക്ക് ഇഷ്ട, ഒരുതരം ഭ്രാന്ത് പോലെ. സത്യമായിട്ട് ഞാൻ കുടുങ്ങിപ്പോയി, ശരിക്കും കുടുങ്ങിപ്പോയി. എത്ര ശ്രമിച്ചിട്ടും എനിക്കിതൊന്നും മുത്തശ്ശനോട് പറയാൻ പറ്റുന്നില്ല. ഞാൻ പറയാറില്ലേ, ഈ കാലം വരെ അമ്മയും അച്ഛനും ഇല്ലാത്തൊരവസ്ഥ മുത്തശ്ശൻ എന്നെ അറിയിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് എനിക്ക് അമ്മയെ കാണാൻ കൊതിയാവുന്നു. അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മയോട് എനിക്ക് എല്ലാം തുറന്നു പറയായിരുന്നു. നീ എവിടെ പോയതാ? അമ്പലത്തില്. ചേച്ചി അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചാടിയത്. ചേച്ചി നേരെ ഇങ്ങോട്ടും പോന്നു, ഞാൻ പ്രസാദം വാങ്ങാൻ അങ്ങോട്ടും പോയി. അകത്തേക്ക് വരുമ്പോ കഥകിൽ മുട്ടണം അറിഞ്ഞൂടാ. മുട്ടാൻ നോക്കിയപ്പം വാതില് കാണാനില്ല. നിങ്ങൾ വാതിൽ തുറന്നു വെച്ച് തൈക്കത്തി പിടിച്ചത്. ചിരിച്ചോ ചിരിച്ചോ? മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ അവന്റെ ഒരു തർക്കുത്തരം. സാറിന് മാത്രമല്ല, കുറച്ചു നാളായിട്ട് എനിക്കും ഭ്രാന്താ. സാറിത് കണ്ടോ? ചേച്ചിയുടെ തലവാട്ടിലെ മഴു കൊടുത്തൊരു പ്രാതം എന്റെ കാലിലിട്ടതാ. നീര് വന്നു വന്ന് ഇതും ഇപ്പൊ മൂർച്ചയുള്ളൊരു മഴു പോലായിട്ടുണ്ട്. സാറിനോടും ചേച്ചിയോടും ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പരസ്പരം കാണാൻ കഴിയുമെങ്കിൽ ആ തിരക്ക് പിടിച്ച ബോംബെ നേരത്ത് നിന്ന് നിങ്ങളുടെ ജീവിതം ഈ ശാന്തസുന്ദരമായ ഗ്രാമത്തിലേക്ക് പറിച്ചു നട്ടുകൂടെ? സാറും കുഞ്ഞും വാടകയ്ക്ക് വീടെടുത്ത് ഇവിടെ തന്നെ താമസിക്കണം. ഇവന് ബുദ്ധിയുണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. നീ ഇവിടെ ഇരുന്ന് സംസാരിക്കടാ. താങ്ക് യു. കുറച്ചു കാലത്തേക്ക് മതി. അതിനിടയ്ക്ക് എല്ലാം ഒന്ന് കലങ്ങി തെളിയും, അല്ലെങ്കിൽ അടിച്ചു പിരിയും. അതിന് വീട് കിട്ടണ്ടേ? ചേച്ചിയുടെ മുത്തച്ഛൻ തന്നെ കുറെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടില്ലേ? അതിലൊരെണ്ണം ചേച്ചി തന്നെ ഒഴിപ്പിച്ചെടുക്ക്. പിന്നത്തെ കാര്യം പിന്നെ. കോണിന്ന് വീണ നിന്റെ മുത്തച്ഛന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ആദ്യത്തെ ദിവസം വേദന ഇല്ലെന്നും പറഞ്ഞ് നടന്നു. ഇപ്പൊ കാലനക്കാൻ വയ്യ. രണ്ടു കാലിനും നല്ല നീരുണ്ട്. അപ്പൊ എന്റെ അതേ അവസ്ഥ. എന്നെ പോലെ ഒന്നല്ലടാ, അതൊക്കെ നല്ല മൂപ്പുള്ളല്ല. പഴുത്ത് നാശാവുന്നതിന് പോലെ ഡോക്ടറെ കാണിക്കാൻ പറ. അയ്യോ, സമയായി. കാണാതിരുന്ന മുത്തച്ഛൻ തിരക്കും. മോളെ നോക്കിക്കോണേ. അതവളല്ലേ? അവളോ? ഏതവള്? അവരിവിടെ വന്നിട്ടുണ്ട്. ആര്? ബോംബെയിൽ എന്റെ പിന്നാലെ വന്ന് ജേട്ടനെ കുത്തിയില്ലേ, അവന്മാരെ ഞാൻ താഴത്ത് കണ്ടു. ദാസാ, അവിടെ ആരും ഇല്ലല്ലോ. ഇവിടത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണം നിനക്ക് എന്തോ തോന്നിയതായിരിക്കും. അല്ലെങ്കിൽ അവർ ബോംബെ ഇവളുടെ പിന്നാലെ ഇവിടെ വരുന്നതിനാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാനും കൂടെ വന്നാ അത് ആരെങ്കിലും കണ്ടാൽ പിന്നെയും പ്രശ്നമാവില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു പണിയുണ്ട്. പെട്ടെന്ന് ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ ചേച്ചി തൽക്കാലം വേഷം ഒന്ന് മാറി നമുക്കും കൂടെ പോവാൻ സാറേ. അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ അത് ആരാണ് നമുക്കൊന്ന് അറിയാലോ. ഞാൻ ആരെയോ കണ്ടിട്ടുണ്ട്, അത് തീർച്ച. എന്താണ് തിരിഞ്ഞടിക്കണേ? ഇവിടെ കിട്ടിയോ? എന്നാ പിടിച്ചോ. ഞാൻ ഇത്ര അടുത്ത കണ്ടാടാ, അപ്പോഴേക്കും പോയി കളഞ്ഞു. എന്നാ കൈ നീര് പിടിച്ചുകൂടായിരുന്നു? കൈക്ക് എന്നെക്കാൾ നീളമുണ്ടല്ലോ. പിടിക്കും, ഈ കൈ കൊണ്ട് തന്നെ പിടിക്കും. പ്രശ്നമല്ല, അവള് ചിലപ്പോ നമ്മളെ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഈ വേഷം ഒന്ന് മാറണം. ഇപ്പോഴല്ല, നമുക്ക് ഉടനെ മാറണം. പിന്നെ എന്നിട്ട് അവളുടെ വീട് കണ്ടുപിടിക്കാം. ബോംബെയിൽ അന്വേഷിച്ചപ്പോ അടുത്ത വീട്ടുകാർ അവളുടെ പേരെന്തെന്നാ പറഞ്ഞത്?
നല്ല പേരാ, ഒരു പുക പോലെയാ. ഞാനത് മറന്നു. ഞാനും മറന്ന്. അല്ലെങ്കിൽ പേരെന്തിനാ അവളെ കിട്ടിയപ്പോരെ? എന്നവാ കോയക്ക് ഇവിടെ മരത്തിന്റെ ബിസിനസ് ആണെന്ന് അച്ഛൻ പറയണ്ടായി. മാഞ്ചിയാണോ കള്ള? ആചാരി തട്ടിപ്പൊന്നുമില്ല. ഒരു ഷെയർ ഒന്ന് എന്നെ കൂടി ബിസിനസ്സിൽ എടുക്കോ? അതെ, എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു തരം ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി. ചുറ്റിക്കളിയോ? അതെ, ഈ ഭൂമി തിരിയുന്ന ശിവൻകുട്ടി കണ്ടില്ലേ? കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. എന്നാ കേട്ടത് നേരാ. ആ. ഭൂമി തിരിയുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി അതിനേക്കാൾ 10 ഇരട്ടി വേഗത്തിലാണ് നമ്മൾ തിരിയുന്നത്. അതിന്റെ പുറത്ത് നീയും കൂടി കയറിയിരുന്ന ഉരുണ്ട് വരുന്ന താഴെ വീണ് കയ്യും കാലും പൊട്ടി പോകുമ്പോനെ നീ ഇപ്പൊ ഉള്ള പണിയാണ് ചെയ്താൽ മതി. എന്ത് പണി? ഈ കൂളിംഗ് ഗ്ലാസും വെച്ച് തെണ്ടി തിരിഞ്ഞടക്കല്. അല്ലാതെ എനിക്ക് വേറെന്ത് പണിയാ കിട്ടുക? ആ, അതൊക്കെ പോട്ടെ. ആട് വളർത്തൽ എനിക്ക് ചേരുമോ? അത് തിരക്കല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതാരും മായ എന്താ ഈ വേഷത്തിൽ? എന്താ ഒന്നും പറയാതെ ഇങ്ങനെ? ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറയട്ടെ. ശിവൻകുട്ടി അയ്യെന്ന് വിട് പോയാ. മായേ, മായ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഞാനാടാ ചൂല എന്നെ തല്ലാൻ? ഇതെന്റെ മായയാണ്. ഓണാത്തുമ്മ, നിനക്കെന്താ മനസ്സിലായില്ലേ? ഞാൻ നിന്റെ ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടി മോനെ ആള് മാറിയതാണ്. ഓ, ആള് മാറിയിട്ടാണ് നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ കയറി പിടിച്ചത്. അല്ലടാ ചെറ്റകളെ, നിങ്ങളെ രണ്ടിനെ ഞാനൊന്ന് പൊരിക്കുന്നുണ്ട്. എന്റെ പൊന്നു സഹോദര, ഞാൻ ഈ പെങ്ങളെ ആദ്യമായിട്ട് കാണാണ്. ഇതുപോലത്തെ ഒരു സഹോദരി ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. അവളെ കല്യാണം കഴിക്കാനുള്ള അതിമോഹം കൊണ്ട് അവനൊന്ന് തൊട്ടുപോയതാണ്. പാപ്പാക്കണോ? ആ കൂളിംഗ് ഗ്ലാസ്സുകാരന് ശിവൻകുട്ടി. ഓഹോ, അവരാണോ ശിവൻകുട്ടി? അവർക്കെന്നെ മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടില്ല? അതല്ലേ എനിക്കും വേണ്ടത്. ഇനിയത്തെ കളി ഞാൻ കളിച്ചോളാം. നീ ധൈര്യമായിട്ട് ആരും അറിയാതെ വീട്ടിലേക്കല്ലേ. ഇങ്ങനത്തെ ഒരു തറവാട്ടി പറഞ്ഞിട്ടാണോ ഇവനക്ക് വൃത്തിയോട് കളിക്കുന്നത്? വഴി നടന്നു പോകുന്ന എന്റെ ഭാര്യയെ കയറി പഠിക്കാൻ ഇവനാരാ? ഈ നാട്ടിലെ ഗുണ്ടയോ? അതൊക്കെ സാറേ, സത്യം ഇവര് പറയും. അച്ഛാ, ഇയാൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇയാളുടെ ഗുജറാത്തി ഭാര്യയെ കണ്ടാൽ എന്റെ മായയെ പോലെ ഇരിക്കും. വഴി വിളിച്ച് കണ്ടപ്പോ ഞാൻ ആളറിയാതെ സംസാരിച്ചല്ല, കയറി പിടിച്ചു. അത് വേണോ? പിടിച്ചോടാ. മായാണെങ്കിൽ എന്താ അതിലേക്ക് കയറി പിടിക്കാൻ സംസാരിച്ചൂടെ? കുഞ്ഞിനെ തല്ലല്ലേ ഏട്ടാ? നിന്നെ ഞാൻ കുടുംബത്തിന്റെ മാനം കളയാൻ തിരിച്ചവരാണോ നീ? എന്താ എന്താ ഇത്? മുത്തച്ഛ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മുത്തച്ഛ. എന്റെ കാല് എന്നെ വിശ്വസിക്കും മുത്തച്ഛ. കണ്ടോ, ഇപ്പൊ ബോധ്യായോ? ഗുജറാത്തി ഭാര്യയെ കെട്ടിയ മലയാളി ഭർത്താവേ, ഇതാണ് മായ, എന്റെ മായ. ഈ മായയെ കണ്ടിട്ട് തന്റെ ഭാര്യയെ പോലെ തന്നെ ഇല്ലേ? ഇയാളുടെ ഭാര്യ? അതേ മുത്തച്ഛ, പക്ഷെ ഇത് പറയുന്നതിന് മുമ്പ് എനിക്ക് അവനെ ഒന്ന് പുഴുകണം. എന്താ സാറേ ഇതിന്റെയൊക്കെ അർത്ഥം? ഇത് ഞങ്ങളുടെ പെങ്ങളുടെ മോളാ മായ. സംശയം തൊട്ടു നോക്കാൻ പറ, അല്ല ചോദിച്ചു നോക്കാൻ പറ. വേണ്ട, ഇനി ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ തെറ്റ് ചെയ്തു. നിരപരാധിയായ ഒരു പാവം മനുഷ്യൻ എനിക്ക് ഉപദ്രവിക്കേണ്ടി വന്നു. നല്ല നാടൻ കത്തിയുണ്ടാവും പറഞ്ഞ ഈ വീട്ടിലെടുക്കാൻ. എന്താ വേണോ? വേണം. അതെടുത്ത് നിങ്ങൾ തന്നെ എന്റെ 2 കൈ അങ്ങ് വെട്ടിക്കള. ഈശ്വരനെ പോലെ തോന്നിക്കുന്ന ഈ മനുഷ്യന്റെ തറവാട്ടി കയറി എനിക്ക് നിങ്ങളെയൊക്കെ ചീത്ത വിളിക്കേണ്ടി വന്നല്ലോ. കഷ്ടം. നിങ്ങൾക്കെങ്കിലും എന്നോട് സത്യം പറയായിരുന്നില്ലേ? അപ്പൊ ഈ നേരം വരെ പറഞ്ഞ ഇത് സത്യമല്ലേ? ആ നിൽക്കാൻ ശരിയായ മായ. റോഡിൽ വെച്ചാണ് തന്നെ ഗുജറാത്തി മായ. ക്ഷമിക്കണം, മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. നിങ്ങളെ കൊത്തിവെച്ചതുപോലെയാണ് എന്റെ ഭാര്യ. ഇനിയൊന്നും നോക്കണ്ടേ, ഇത് തന്നെ നമ്മുടെ കളി. അവളൊരു ഗുജറാത്തി പെൺകുട്ടിയാ. പേര് മാനസേശ്വരി ഗുപ്ത. സത്യം പറഞ്ഞ ഈ ഒരു കൂടിക്കാഴ്ചക്ക് മുമ്പ് ഞാനെങ്ങാനും ഈ പെൺകുട്ടിയെ കണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെ പറ്റി അതേ അബദ്ധം എനിക്കും പറ്റിയേ. അയ്യോ, നോക്കും മിസ്റ്റർ പെൺകുട്ടി, നിങ്ങളൊരു മാന്യനാണ്. ഈ തെറ്റ് ചെയ്തതിന് എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 തല്ലുതല്ല. പെൺകുട്ടി, മതി, മാപ്പ് പറഞ്ഞത് മതി. സാരമില്ല,
സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ ഭർത്താവ് ചിലപ്പം നിലവിട്ട് പെരുമാറിയെന്ന് വരും. അതിലൊരു തെറ്റുമില്ല. ഇത് സർവ്വസാധാരണമാണ് അച്ഛാ. എനിക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. വിശാലമാണെന്ന് വിചാരിച്ച് ഞാനും ഒരുപാട് പെണ്ണുങ്ങളുടെ പിന്നാലെ പോയതല്ലേ. പിന്നെ ഭാഗ്യത്തിനൊരു ദോഷവും സംഭവിച്ചിട്ടില്ല. ഒരാളെ പോലെ തന്നെ ഈ ലോകത്ത് വേറെ 6 പേരുണ്ട് ഏട്ടാ. ആഹാ, ആ എന്ന് വെച്ച ഏട്ടനെ പോലെ 6 പേര്, എന്നെ പോലെ 6 പേര്, 6 മായമാര്, 6 അച്ഛന്മാര്, 6 ശിവൻകുട്ടിമാര്, 6 കമലാക്ഷിമാര്. അപ്പോ ഇതുപോലെ ഓരോ സഹദേവന്മാരും ഉണ്ടാവുമല്ലോ. ഉണ്ടാവും ഏട്ടാ. അതെ, ശരിയാണ്. ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാ പറയില്ലല്ലേ. മെഡിക്കൽ സയൻസിൽ ഇത് തന്നെ പറയുന്നുണ്ട്. ആ അങ്ങനെ പറ. അപ്പൊ സാറ് ഡോക്ടറാണല്ലേ? ഹ, അതെങ്ങനെ മനസ്സിലായി? ഞാനിവിടെ അച്ഛന്റെ പേരിൽ ഒരു ഹോസ്പിറ്റൽ കെട്ടാൻ വേണ്ടി കുടുംബത്തോടെ വന്നതാ. എന്റെ ഭാര്യ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ അവരാ നോക്കുന്നത്. ഹോസ്പിറ്റൽ കെട്ടാൻ ഒരു 19 ഏക്കറെങ്കിലും വേണ്ടി വരും. സ്ഥലം നോക്കുന്നേ ഉള്ളൂ. അതെ, സെന്റിന് എത്ര രൂപ കൊടുക്കും? ഹ, പണമൊക്കെ ആര് നോക്കുന്നു ചേട്ടാ? പണം ഇന്ന് വരും നാളെ പോവും. ജീവിക്കുന്നിടത്തോളം കാലേ മനുഷ്യനെ പോലെ ജീവിക്കണം എന്ന് വെച്ചാൽ നല്ലൊരു തന്തയ്ക്ക് ജനിക്കണം. നല്ലൊരു തന്തയാണെന്ന് സ്വന്തം മക്കളെ കൊണ്ട് പറയിക്കണം. നിങ്ങൾ രണ്ടാളും എന്തിനാ പരിഭ്രമിക്കണേ? നിങ്ങൾ രണ്ടാളും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ ചേട്ടന് ഉദ്ദേശിച്ച് പറഞ്ഞല്ല, കോമൺ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. അതിനിടയ്ക്ക് ഒരു ഹോസ്പിറ്റലും കെട്ടണം. അത്രേ ഉള്ളൂ എന്റെ ജീവിതാഭിലാഷം. നിങ്ങളെ കാണുമ്പോ എനിക്ക് എന്റെ മുത്തച്ഛനെയാണ് ഓർമ്മ വരുന്നത്. ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ വേണം വെക്കേണ്ടി വന്നതിൽ എനിക്ക് മാപ്പ് തരണം. വരട്ടെ. നല്ല ഐശ്വര്യമുള്ള ഒരു കുട്ടി.